ഹായ് ഗെയ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ പെരട്ടാണ്. മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഉലുവ, വെളിച്ചെണ്ണ, ഒരു തക്കാളി, കറിവേപ്പില, വലിയ മുളക്, പിന്നെ 3 വലിയ സവാള ചെറുതായി ക്രഷ് ചെയ്തത്. അപ്പോൾ നമുക്ക് പാചകം തുടരാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില, നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതായിരിക്കണം ആദ്യം ഇടേണ്ടത്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊരു ചുവന്ന ഇതാകുന്നത് വരെ, ചുവന്ന കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്ന കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ നന്നായിട്ട് വഴറ്റിക്കണം. തക്കാളിയും പച്ചമുളകും നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. 3 സവാളയാണ്. ഇനി നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ബ്രൗണിഷ് കളറാവുന്നത് വരെ നമുക്ക് വഴറ്റണം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കുഴഞ്ഞ രൂപത്തിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എനിക്ക് ഇവിടെ എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണം, എങ്കിലേ ടേസ്റ്റും കൊഴുപ്പും കിട്ടത്തുള്ളൂ. 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഇട്ടു. ഇതൊന്ന് ജോയിൻ്റ് ചെയ്യണം. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ. ഇത്രയും കൂടെ നമുക്ക് ഇനി ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. ഈ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും നമുക്കൊന്ന് മിക്സാക്കാം. ഇതിപ്പോൾ മിക്സായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞത് അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി തീ കുറച്ച് കൂട്ടി നമുക്കിത് ഇനി അടച്ചു വെച്ച്
ഒരു 2 മിനിറ്റോ 3 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇനി കുറച്ച് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ച് കറിയാക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരപ്പായിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണമായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ കൊടുക്കുക. ഇനി നമ്മൾ തവിയിട്ട് ഇളക്കേണ്ട കാര്യമില്ല, ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കാം. ചെറിയ തീയിലിട്ടാൽ മതി, തീ ഓവറായിട്ട് ഇടണ്ട. ഹായ് ഗെയ്സ്, നമ്മുടെ മീൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ്. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.